നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ മാസവും തിരുവനന്തപുരത്ത് നന്നാട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി പൂജ നടത്തിപ്പോയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമമുണ്ട്, 10 മണിക്ക് വരെ ബലികർമാദികളുണ്ട്, തിലഹോമം മുതലായ കർമ്മങ്ങളുണ്ട്. 4 മണിക്ക് യമരാജ ഹോമമുണ്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജയുണ്ട്, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം മുതലായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപാരതി മുതലായ കാര്യങ്ങൾ നടത്തിപ്പോരുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക്, ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളത്. കാരണം ഈ കാലഭൈരവ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ചും ലോകത്ത് ഇതേപോലുള്ളൊരു പ്രതിഷ്ഠ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. ഞങ്ങളുടെ അമ്പലം ആയതുകൊണ്ട് ഇതിനെ പുകഴ്ത്തി പറയുന്നതല്ല. നിങ്ങൾക്ക് താന്ത്രികവും മാന്ത്രികവും പൂജയും ഭക്തിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. 10 കൈകളുള്ള കാലഭൈരവൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. കൂടാതെ ഇത് താന്ത്രികം, മാന്ത്രികം, കൗളവം ഇങ്ങനെ 3 വിധത്തിലുള്ള ആചാരം ഇതിലടങ്ങിയിട്ടുണ്ട്. തന്ത്രികൾ വന്ന് ചെയ്യുന്ന പൂജകളാണ് താന്ത്രികം. അതുകൊണ്ട് മന്ത്രവാദികളുടെ അമ്പലമാണ് ഇത് പണ്ട്. അപ്പം മാന്ത്രികപരമായിട്ടുള്ള പൂജകളുണ്ട്. കൗളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മന്ത്രം അറിഞ്ഞൂടാ, തന്ത്രം അറിഞ്ഞൂടാ, അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയണം, ദോഷം മാറുന്നതിന് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്ത ഫലം കിട്ടും. അത് ശിവ സഹസ്രനാമത്തിൽ പറയുന്ന 1000 ധ്യാനമൂല മന്ത്രങ്ങളും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും 64 കലകളും ഒരുപോലെ യോജിപ്പിച്ച ഒരു പ്രതിഷ്ഠയാണ് കാലഭൈരവ സ്വാമിയുടേത്. 9 അടി പൊക്കമുണ്ട്, ഭയങ്കര 10 കൈകളുണ്ട്. അതിനെ ഏത് ദോഷത്തെയും മാറ്റാനുള്ള ചൈതന്യമുള്ളതായിട്ടുള്ള കാലഭൈരവൻ, യമരാജൻ, അഘോരൻ, ശരവൻ അങ്ങനെയുള്ള രൗദ്രമൂർത്തി ഭാവങ്ങളുള്ള ഒരു പ്രതിഷ്ഠാ വിധാനമാണ് കാലഭൈരവ സ്വാമിക്ക് ഉള്ളത്. ഇത്രയും ദിവ്യമായിട്ടുള്ള മന്ത്രതന്ത്രാദികളാൽ പൂജിക്കപ്പെടുന്ന മറ്റൊരു ബിംബോ അല്ലെങ്കിൽ ആചാരമോ ചിലപ്പം നമ്മളെ ഭാരതത്തിൽ കാണാനേ കഴിയില്ല. പല അമ്പലങ്ങളിലും 4 കൈയും 2 കൈയും ഒക്കെ ഉള്ളതുണ്ട്. 10 കൈകളിലും അതിൻ്റേതായ ചൈതന്യവത്തായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇത് ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം മുതലായിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. പഴയ കാലത്ത് തറവാടുകൾ നശിച്ചത്, അമ്പലങ്ങൾ നശിച്ചത്, ദേവഭൂമികൾ വിറ്റത്, വാങ്ങിച്ചത്, കൈവശപ്പെടുത്തിയത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ പൂർവികന്മാർ ചെയ്തു പോകുന്ന ദോഷമുണ്ടെങ്കിലും നമുക്കൊരു ജോലിക്ക് വേണ്ടിയാ, ജീവിക്കാൻ വേണ്ടിയാ നാട് വിട്ട്, വീട് വിട്ട്, പല ജാതി വിട്ട്, മതം വിട്ടൊക്കെ പോയവരും ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബദേവന്മാരുടെ അനുഗ്രഹം കിട്ടാതെ പോകും. പിന്നെ അവർക്ക് വലിയ വലിയ അറിവും കഴിവുമൊക്കെ ഉള്ള ഡോക്ടറായ, എഞ്ചിനീയറാ, വക്കീല, ജ്യോതിഷന്മാർ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കലാകാരന്മാരൊക്കെ ആയിരുന്നാൽ പോലും, പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരായിരുന്നാൽ പോലും ചിലർക്ക് ഒരു ഭാഗ്യവും കിട്ടാറില്ല. എല്ലാവർക്കും കഴിവും അറിവും ധാരാളമുണ്ട്. പക്ഷെ ഒരു ഭാഗ്യവും കിട്ടാതെ, ഒരു വീട് വയ്ക്കാൻ പറ്റാത്തവർ, ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക്, കടം തീർക്കാൻ പറ്റാത്തവർക്ക്, മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത എത്രയോ ആൾക്കാർ വളരെ വളരെ കഴിവുള്ളവരും നമ്മളെ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെടുന്നില്ല? അത് ഭാഗ്യം വേണം. ഭാഗ്യം വേണമെങ്കിൽ ഈശ്വരനെ ഭജിക്കണം. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഏത് മോട്ടോർ വേണോ പ്രവർത്തിക്കും. കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സോളാർ വേണം. സോളാർ നമുക്ക് പറ്റും. കാറ്റ്, തിരമാല, വെള്ളം, തീ നിന്ന് അഗ്നി വൈദ്യുത നിലയം, താപനിലയം, താപവൈദ്യുത നിലയത്തിൽ നിന്ന് കൽക്കരി ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കാം.
അപ്പൊ ഇതെല്ലാം പ്രകൃതി ശക്തികളാണ്. ഈ പ്രകൃതി ശക്തികൾ പ്രകൃതി വിചാരിച്ചാലേ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം H2O ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് വെള്ളം ഉണ്ടാക്കുക, കുടിക്കണ വെള്ളം ഉണ്ടാക്കണമെങ്കിൽ കുടിക്കാൻ പറ്റും. എത്ര വീട്ടിൽ കഞ്ഞി വയ്ക്കാനുള്ള വെള്ളം തന്നെ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാകും? ഭാവി കാലത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കഞ്ഞി വയ്ക്കാനും കുടിക്കാനും കുളിക്കാനും ഒക്കെ കുപ്പിവെള്ളം ആശ്രയിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിലെ വെള്ളം ചിലപ്പോൾ കോരിക്കൂടെന്ന് പഞ്ചായത്തുകാർ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ റേഷൻ കണക്കിന് തരുന്ന വെള്ളം വാങ്ങിച്ച് കുടിക്കാനേ പറ്റും. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പ്രകൃതി തന്നെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങളും നമ്മുടെ ജീവിതത്തിനും ജീവനും ഒക്കെ അർഹതപ്പെട്ടവരാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഭക്ഷണം, പഴങ്ങളായിരുന്നാലും അരിയായിരുന്നാലും ഗോതമ്പായിരുന്നാലും മരച്ചീനി ആയിരുന്നാലും എല്ലാം നമുക്ക് പ്രകൃതി തരുന്നതാണ്. ഇപ്പോൾ ഷുഗർ ഉണ്ടെന്നും കൊണ്ട് ആഹാരം കഴിക്കാതെ ഇരുന്നാൽ ഷുഗറും മാറൂല, ഏച്ചി കിടക്കാൻ പറ്റാതെ വരും. ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് നല്ലത് വരും. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാ വിനകളും മാറിക്കിട്ടാനുള്ള പരിഹാരങ്ങളും പൂജകളും ഉണ്ട്. നമ്മൾ ടവറിൻ്റെ മുമ്പ് ചെല്ലുമ്പോൾ നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത് പോലെ നമുക്ക് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിയും ശക്തിയും അറിവും കഴിവും നമുക്ക് എല്ലാ മെച്ചപ്പെട്ട ജീവിത നേട്ടങ്ങളും, നമ്മളെ കൊണ്ടൊരു നിവർത്തിയില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും മറ്റുള്ളവരും സർക്കാരും അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ശ്രമിക്കുന്ന തരത്തിൽ നമുക്കൊരു അഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതൊരു കോടീശ്വരൻ്റെ പുറകെ ഒരു അമ്പലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആത്മീക ദൈവിക ക്രിയാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. അവർക്കെല്ലാം വളരെ ഉന്നതമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ട്. ഒരു യുക്തിവാദിക്ക് അത്രയും വലിയ മെച്ചവും നേട്ടവും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഭക്തി ഉള്ളവർക്ക് അവർക്ക് സമൂഹത്തിൽ നല്ലത് ചെയ്യാനും കൂട്ടുകാരെ സ്നേഹിക്കാനും നാട്ടുകാരെ സ്നേഹിക്കാനും അമ്പലങ്ങളെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് പറ്റും. പല ആശ്രമങ്ങളും മനുഷ്യ ദൈവങ്ങളാണെന്ന് നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട്. സർക്കാർ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെക്കാൾ എത്രയോ ഉപരി ഓരോ ആശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും നമ്മളെടുത്ത് നോക്ക്. കൊറോണ സുനാമി വന്നപ്പോൾ എത്ര വീട് സർക്കാർ കൊടുത്ത്, സ്വാമിമാർ ആശ്രമത്തിലുള്ളവർ എത്ര വീട് കൊടുത്ത്, എത്ര രൂപ കൊടുത്ത്, ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പം ഇത് നമ്മൾ മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മതി. മനുഷ്യ ദൈവങ്ങളായില്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങളും കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ട നല്ല കാര്യങ്ങളും സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളും നിവർത്തിയുള്ളതുപോലെ നമുക്ക് ചെയ്താൽ പുണ്യം കിട്ടും. അപ്പോൾ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വിനങ്ങളും മാറ്റി കിട്ടാനുള്ള സാധ്യതകളും യോഗങ്ങളും ഉള്ളതാണ്. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിക്കണം. അവിടെ പ്രധാന പ്രതിഷ്ഠ കാലഭൈരവം കൂടാതെ ശിവനുണ്ട്. അത് മൃത്യുഞ്ജയനായിട്ടും ശരവാമൂർത്തിയായിട്ടും സർവവേദങ്ങളും വിദ്യകളും ദേവന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ദക്ഷിണാമൂർത്തിയായിട്ടുമാണ് 3 ഭാവത്തിൽ ശിവയിരിക്കുന്നത്. ബ്രഹ്മാവുണ്ട്, സൃഷ്ടികർത്താവ്, സ്ഥിതികർത്താവ്, സംഹാരകർത്താവ്. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താക്കളായ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഉണ്ട്, ഹനുമാനുണ്ട്. 4 വേദങ്ങളിൽ പ്രധാനപ്പെട്ട വേദമായ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന ഗായത്രി ദേവിയുണ്ട്. അതേപോലെ ഗണപതി, മുരുകൻ, ശാസ്താവ് മുതലായ ദേവതകൾ, ഹനുമാൻ സ്വാമിയുണ്ട്, ഭൂതത്താൻ പഴയ കാലഭൈരവനുണ്ട്, മാടസ്വാമിയുണ്ട്, ഭദ്രകാളിയുണ്ട്, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, രക്ഷസ് മുതലായ പിതൃക്കളുണ്ട്, നാഗത്താന്മാരുണ്ട്. അതേപോലെ എല്ലാ മാടനുണ്ട്, യക്ഷി, കർണയക്ഷി, ഇവരെല്ലാം ഉണ്ട്. എല്ലാ ദൈവങ്ങളുടെയും ചൈതന്യം വളരെ രീതി കാത്തു സൂക്ഷിക്കുന്ന പഴയ കാലത്ത് രാജാക്കന്മാർ ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാർക്ക് വേണ്ട വസ്തുക്കൾ, സ്വത്തുക്കൾ, സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് നിലനിർത്തി പോന്നിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നുയർന്നു വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രം. ഇവിടെ നടത്തുന്ന പൂജകൾ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണം വ്യാഹ സുഖമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ
നമുക്ക് സ്വസ്ഥമായ രീതിയിൽ പ്രജകളെ ഭരിക്കുന്ന അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, നാട്ടുരാജാക്കന്മാർ, രാഷ്ട്രീയക്കാർ ഇവർക്കൊക്കെ നല്ലത് വരാനും സ്വസ്തി പ്രജാഭ്യ ന്യായേണ മാർഗേണ മഹീം മഹീശ, ന്യായത്തോടും നല്ല മാർഗത്തോടു കൂടിയും ജനങ്ങളെ സംരക്ഷിക്കുന്ന മഹീശന്മാർക്കും രാജാക്കന്മാർ അധികാരിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഗോബ്രാഹ്മണപ്യാഹ ഗോക്കൾക്കും ഗോക്കൾ എന്ന് വെച്ചാൽ പശുക്കളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രധാനത്വമുണ്ട്. കാരണം അതിൻ്റെ പാല്, തൈര്, വെണ്ണ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടും. ചാണകം വാരി നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാമധേനുവാണ് പശു. പശുവുള്ള വീടും കുടുംബവും നാടും ഐശ്വര്യമുണ്ട്. അപ്പോൾ ഗോബ്രാഹ്മണപ്യ ഗോക്കൾക്കും ബ്രാഹ്മണന്മാരെന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനിയൊരു ബ്രാഹ്മണ എന്നാണ്. അപ്പോൾ ഒരു പൂജാരി ആയിരുന്നാലും തന്ത്രിയായിരുന്നാലും പള്ളിയിലച്ഛനായിരുന്നാലും ഉസ്താദായിരുന്നാലും മുസ്ലിയാരായിരുന്നാലും നാട്ടിന് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ബ്രാഹ്മണന്മാർ തന്നെയാണ്. ഗോബ്രാഹ്മണപ്യാഹ സുഖമസ്തു നിത്യം, അവർക്കൊക്കെ സുഖം കിട്ടാനും ലോകസമസ്ത സുഖിനോ ഭവന്തു, ഈ സമസ്ത ലോകത്തുള്ളവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയാണ് ഈ പൂജകൾ ചെയ്യുന്നത്. മുസ്ലിം വന്ന, ക്രിസ്ത്യാനി എന്ന, ഹിന്ദു എന്ന, ജൈനമതം എന്ന, പാഴ്സി മതം എന്ന, സിദ്ധമതം എന്ന ഒന്നുമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പൂജകൾ ചെയ്തു വരുന്നത്. ഈ കല്ലിനെ പൂജിച്ചിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. ഒരു കല്ലിന് എന്തെല്ലാം പണികളന്മാർ ചെയ്യണം, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. അത് അവരുടെ അന്ധവിശ്വാസമാണ്. അവർക്ക് ദൈവം ഇല്ല എന്നുള്ള അന്ധവിശ്വാസികളായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കല്ലിലാണ് ലോകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെങ്കിലും ഉള്ളത്. എല്ലാ സർവ്വ സാധനങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു വസ്തു കല്ല് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മളെ ജോഗ്രഫിയിലേക്ക് എത്തിപ്പോകണം. കല്ലുണ്ടാകണം എങ്ങനെ? ഭൂമി തണുത്തുറഞ്ഞ് പാറയാകുന്നു, പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. അപ്പോൾ പാറ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിൽ നിന്നാണ് സ്വർണം, വെള്ളി, നിക്കല്, യുറേനിയം, പ്ലാസ്റ്റിക്, തോറിയം, ചക്ക, മാങ്ങ, തേങ്ങ, പെട്രോള്, ഡീസല്, ഈ പറയുന്ന ധാന്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നത് പാറ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിൽ നിന്നാണ്. അത് ഏത് മണ്ണിൽ നിന്നാണ്? കരിമണ്ണിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അപൂർവമായിട്ടുള്ള മിനറൽസുകൾ നമുക്ക് കിട്ടണം. കരിമണ്ണ്, IRE, ഇന്ത്യൻ റെയർ ഓഫ് എർത്തിൽ നിന്ന്, അതിൽ നിന്നാണ് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക ചിപ്പുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഭാരത സർക്കാർ കരിമണ്ണ് ഖനനത്തിൽ കൂടെയും അതിലുണ്ടാകുന്ന മൂല്യമായ സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുമാണ് വികസിതമായിട്ടുള്ള പല പ്രോജക്റ്റുകളും കമ്പനികളും ഊർജങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കല്ലിനും പാറയാണ്, കൃഷ്ണശിലയാണ് ബിംബം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണശില കൊണ്ടുണ്ടാക്കി അതിൽ ജീവനും പ്രാണനും ശക്തിയൊക്കെ സൃഷ്ടിച്ച് അതിൽ അഭിഷേകം പൂജയൊക്കെ ചെയ്ത് നമ്മൾ ശരിയായ വിധത്തിലാക്കുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടെങ്കിലും അത് ഈ പാറയിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് കല്ലിനെ പൂജിക്കാനുള്ള യഥാർത്ഥ കാരണം. അങ്ങനെ നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. എല്ലാ അമാവാസി തോറും ബലി, തിലഹോമം, ബലി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പൂജകളൊക്കെ കൊണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് 7 തലമുറയോളമുള്ള ദോഷങ്ങളേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം ഇതൊക്കെ മാറിക്കിട്ടുന്നതിന് ഉപകരിക്കും. പൂജകളും വഴിപാടുകളും നടത്തുന്നതിന് വേണ്ടി താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ ചെയ്യുക. ഈ മാസത്തെ അമാവാസി പൂജ 2026 ആഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.